സഹോദരന്മാരെ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ഗഹനമായ രണ്ട് സംഭാഷണങ്ങൾ, ഒന്ന് അയ്യങ്കാളിയെക്കുറിച്ചും മറ്റൊന്ന് മുഹമ്മദങ്ങളെക്കുറിച്ചും. അതിലേറ്റവും എക്സ്പെർട്ടായ രണ്ടാളുകൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, നമുക്ക് അയ്യങ്കാളിയെയും മുഹമ്മദങ്ങളെയും കൂട്ടി വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് ആ സമയത്തുള്ള കേരളത്തിലെ ഒരു സാമൂഹിക അവസ്ഥ, ഇതിനെ കൂടി വളരെ ആഴത്തിൽ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റുക. അതായത് ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ സാധാരണ പഞ്ചേന്ദ്രിയങ്ങളെ പറ്റി പറയാറുണ്ട്. കേൾവി, കാഴ്ച, തൊട്ടോട്ട്, വാസന, സ്മെല്ല്, ടേസ്റ്റ് എന്നൊക്കെ. അപ്പോൾ ഈ എല്ലാ സെൻസറുകൾക്കും സെൻസർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു കാലം കൂടിയായിരുന്നു 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് കേൾക്കണം, നിങ്ങൾ എന്ത് കാണണം, എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നതൊക്കെ സെൻസർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ജാതിയുടെ ഒരു സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു. അഥവാ ഇയാള് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേദം പഠിക്കാൻ പറ്റും, വേദം കേൾക്കാൻ പാടുണ്ടോ, അപ്പൊ അത് കേട്ടാൽ അയാളുടെ ചെവിയിൽ ഉഴുക്കി പാരണോ, ആൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. ഒരു അപ്പർ കാസ്റ്റ്, അതായത് നമ്പൂതിരി നടന്നു പോകുമ്പോൾ നമ്പൂതിരിയുടെ കാഴ്ചവട്ടത്ത് പോലും കീഴാളനായ ആളുണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ കാഴ്ചയെ സെൻസർ ചെയ്യുന്ന ഒരു രീതി. അതുപോലെ ടച്ചിനെ, നമ്മൾ സെൻസർ ഓർഗനാണല്ലോ ടച്ചിനെ സെൻസർ ചെയ്യുന്ന രീതി. ആ സെൻസർഷിപ്പിൽ എന്താണുള്ളത്? ആരെ തൊടാൻ പറ്റും, ആരൊക്കെ തൊടാൻ പാടില്ല. അപ്പൊ ഈ തൊട്ടുകൂടായ്മയിലുള്ള ഡിസ്റ്റൻസുകളിലെ കൃത്യമായിരുന്നു പറയാം. ഒരു നമ്പൂതിരിയുടെ വീട്ടിന്റെ ഗേറ്റിൽ നിന്ന് പറയനോ പുലയനോ താമസിക്കുന്ന വീട്ടിലേക്കുള്ള ദൂരം എത്ര ആയിരിക്കണം, അല്ലെങ്കിൽ ആ നമ്പൂതിരി പോകുന്ന വഴിയിലുള്ള ദൂരം എത്ര ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ ഈ 19-ാം നൂറ്റാണ്ടിലെയും 18-ാം നൂറ്റാണ്ടിലെയും ഒക്കെ കേരളത്തിന്റെ സാമൂഹിക ഘടനക്ക് ജാതിയിൽ അധിഷ്ഠിതമായ സെൻസറുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സെൻസറുകൾ വെച്ചിട്ടാണ് ആ സമൂഹം അതിന്റെ പുറന്തോടിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പുറത്തെ മനസ്സിലാക്കുമ്പോൾ വളരെ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് വളരെ കൃത്യമായ ജാതീയത ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജാതീയതനെ പൊളിക്കുക, ഇതിനെ പൊളിക്കാനുള്ളൊരു പോസിബിലിറ്റി എങ്ങനെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഈ ഓരോ ഘടകങ്ങളിലും നമുക്ക് ഈ പൊളിക്കലിന്റെ ഒരു പണി അയ്യങ്കാളിയോ അല്ലെങ്കിൽ മുഹമ്മദങ്ങളോ നിർത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ സെൻസർഷിപ്പ് തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു കൊളോണിയൽ അധിനിവേശത്തിലുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെ കേൾക്കണം, നിങ്ങൾ എന്തൊക്കെ വായിക്കണം, നിങ്ങൾ എന്തൊക്കെ എങ്ങനെ നടക്കണം, നിങ്ങൾ ആയുധം എടുക്കാൻ പറ്റുമോ, ആയുധം എടുക്കാതെ നടക്കണോ, നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഇങ്ങനെ സെൻസർഷിപ്പ്. അപ്പോൾ മനുഷ്യന്റെ സെൻസറി ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള കൊളോണിയലും ജാതീയവുമായിട്ടുള്ള അധികാര മേൽക്കോയ്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ മമ്പറന്തങ്ങളും അയ്യങ്കാളിലും നടത്തിയിട്ടുള്ളത്. ഒരൊറ്റ ഉദാഹരണം അവർ സൂചിപ്പിക്കും. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം എല്ലാവർക്കും കേട്ട് പരിചയമുള്ള സംഗതിയാണ്. 1893 അയ്യങ്കാളി നടത്തുന്ന വില്ലുവണ്ടി സമരം. അപ്പൊ ഈ വില്ലുവണ്ടി സമരത്തിൽ എല്ലാ ഘടകങ്ങളും ഉണ്ട്. ഈ വില്ലുവണ്ടിയുടെ മുമ്പില് ബെല്ല് ഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഒരു ശബ്ദമുണ്ട്, ഒരു ജാതിയുടെ ശബ്ദമുണ്ട്, പൊതുവഴിയിലെ ജാതിയുടെ ശബ്ദം. എന്താ? തമ്പുറാൻ വരുമ്പോ ഹോ ഹോയ് ഹോ ഹോയ് എന്നുള്ള ശബ്ദം. അതല്ലെങ്കിൽ കീഴാളനായ ആള് പോകുമ്പോ തീണ്ടലേ തീണ്ടലേ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അപ്രകാശായ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു രീതി. അപ്പൊ ഇതിന് പകരം അയ്യങ്കാളിയുടെ വില്ലുവണ്ടി ഈ ജാതീയമായ ശബ്ദത്തെ പൊളിക്കണം. അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയുടെ ശബ്ദം, അതിന് മുമ്പിലുള്ള മണിയുടെ മുഴക്കം. അപ്പൊ ഈ മുഴക്കം ഈ ജാതീയമായ ശബ്ദത്തെ പൊളിക്കുന്നു. അതുപോലെ അദ്ദേഹം ധരിക്കുന്ന വസ്ത്രം, അതുവരെ ഉണ്ടായിരുന്ന വസ്ത്രധാരണ സെൻസർഷിപ്പുകളെ അദ്ദേഹം മറികടക്കണം. എങ്ങനെയായിരുന്നോ അവിടെ ഉണ്ടായിരുന്ന അപ്പർ കാസ്റ്റായ ആളുകൾ വസ്ത്രം ധരിച്ചിരുന്നത്, അതുപോലെ അദ്ദേഹം വസ്ത്രം ധരിക്കണം, തലപ്പാവ് ധരിക്കണം, മേൽമുണ്ട് ധരിക്കണം. ഇതിനോട് സംഭവിക്കുന്നത് എന്താ?
അവിടെ ഉണ്ടായിരുന്ന ഈ സെൻസർഷിപ്പിനെ പൊളിച്ചു കളയുക, ആ കാഴ്ചക്കുള്ള സെൻസർഷിപ്പിനെ പൊളിക്കുക. ഈ ആ വില്ലുവണ്ടി ആദ്യം വരുമ്പോൾ എല്ലാവരും കേൾക്കുന്നത് എന്താ? സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുക ഇതേതൊരു അപ്പർ കാസ്റ്റായ ആള് വരുന്നു എന്നാണ്. പക്ഷെ ആ വില്ലുവണ്ടിയിൽ കാണുന്നത് ആരെയാണ്? അയ്യങ്കാളിനെയാണ്. അതോടുകൂടി ആ കാഴ്ചക്കുള്ള സെൻസർഷിപ്പിനെ പൊളിക്കുകയാണ്. ജാതീയമായ കാഴ്ചക്കുള്ള ഒരു തിരുത്തെഴുത്ത് കൂടിയായിരുന്നു ആ അർത്ഥത്തിൽ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ശബ്ദത്തെ, കാഴ്ചയെ പൊളിക്കുന്ന ഒരു പണി. അപ്പൊ ഇതിന് സംഭവിക്കുന്നത് മറ്റൊരു രസകരമായ സംഗതിയാണ്. സാധാരണഗതിയിൽ ഈ വസ്ത്രം ധരിക്കലൊക്കെ ആരെയാണ്? അപ്പർ കാസ്റ്റ് വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു ഡൊമിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മേൽക്കോയ്മയുള്ളവരാണ്, മേധാവിത്വമുള്ളവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. എന്നാൽ അയ്യങ്കാളി ഈ വസ്ത്രം ധരിക്കുമ്പോൾ അത് മേൽക്കോയ്മ കാണിക്കലല്ല, മറിച്ച് അതൊരു റെസിസ്റ്റൻസ് കൂടിയാണ്, ഒരു പ്രതിരോധം കൂടിയാണ്. അങ്ങനെ ഒരേ വസ്ത്രധാരണം തന്നെ ഒരേ സമയം മേൽക്കോയ്മയുടെയും പ്രതിരോധത്തിന്റെയും ചിഹ്നമായി മാറുന്ന ഒരു സംഗതി നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൽഫ് റെസ്പെക്ട് എന്നൊരു സംഗതി. മനുഷ്യന്റെ വളരെ നൈസർഗികമായൊരു വികാരമാണ് അവന്റെ അഭിമാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ അഭിമാനത്തിന്റെ ഒരു തലം, അവന്റെ ശരീരത്തിന്റെ മേലുള്ള അഭിമാനം. നിങ്ങളുടെ ശരീരം നിങ്ങൾ എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത് എന്നാണ് ജാതീയത പഠിപ്പിക്കുന്നത്. ഗോപാൽ ഗുരു പറയുന്നുണ്ട്, അപ്പർ കാസ്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഫോൾഡഡ് ഹാൻഡ്സ് ഉണ്ടാക്കുന്നത്, ചുരുണ്ട ഹാൻഡ്സ്. അതായത് ആരും തൊടുവില്ല, എവിടെയും തൊടുവില്ല. അങ്ങനെ സ്വയം ചുരുണ്ടുകൂടി ഇല്ലത്തിന്റെ ഉള്ളിൽ ചുരുണ്ടുകൂടുന്ന ബ്രാഹ്മണനെ പറ്റിയിട്ട് ഗോപാൽ ഗുരു പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ശരീരത്തിനെ ഒതുക്കുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ജാതീയത എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരീരത്തിന്റെ മെരുങ്ങലിന് പുറത്തേക്കുള്ള ഒരു തുറവിയാണ് അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയിലൂടെ സംഭവിക്കുന്നത്. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്തുള്ള ജാതീയതക്കെതിരെയുള്ള ഒരു ട്രാൻസ്ഗ്രഷൻ ആയിട്ടാണ്. ഈ ഒരു ട്രാൻസ്ഗ്രഷന് നവോത്ഥാന നായകരായിട്ടുള്ള, പരിഷ്കർത്താക്കളായിട്ടുള്ള, പ്രത്യേകിച്ചും ജാതി വിരുദ്ധ പോരാട്ടത്തിൽ ഇടപെട്ട എല്ലാവരിലും കാണാൻ പറ്റും. അതായത് കാസ്റ്റ് ഓർഡറിനെ, ജാതീയമായ അതിരുകളെയും അതിർത്തികളെയും അതിലംഘിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജാതി വിരുദ്ധ മുന്നേറ്റങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് എന്തുണ്ടാവും? വളരെ സ്വാഭാവികമായിട്ട് ഒരു ഇക്വാലിറ്റിക്കുള്ള ക്ലെയിം ഉണ്ടാവും, തുല്യതയ്ക്ക് വേണ്ടിയുള്ള ക്ലെയിം. ആ തുല്യതയ്ക്ക് വേണ്ടിയുള്ള ക്ലെയിം സെൽഫ് റെസ്പെക്റ്റിലേക്ക് നയിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ തുല്യതക്കും സെൽഫ് റെസ്പെക്റ്റിനും വേണ്ടിയുള്ള ഒരു ക്ലെയിം യഥാർത്ഥത്തില് ഒരു ആധുനികതയെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞതുപോലെ ആധുനികതയുടെ വേരുകൾ ഒരുപക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് കൊളോണിയൽ ആധുനികതയിലാകണമെന്നില്ല. അതിനുമപ്പുറത്ത് മമ്പുറന്തങ്ങളിലും അയ്യങ്കാളിയിലുമൊക്കെ കേരളത്തിന്റെ ആധുനികതയുടെ വേരുകൾ കണ്ടെത്താൻ സാധിക്കും. സാധാരണ ഇതിൽ ആധുനികതയെ പറ്റി പറയലെന്താ? മോഡേണിറ്റിയെ പറ്റി പറയല്, എൻലൈറ്റൻമെന്റിന്റെ തുടർച്ചയായിട്ട് മനസ്സിലാക്കല്, മനുഷ്യന്റെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ട്യൂട്ടിലേജിൽ നിന്ന്, കെട്ടുപാടിൽ നിന്ന് വിമോചിപ്പിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കെട്ടുപാട് എന്തായിരുന്നു? ജാതിയായിരുന്നു. അപ്പൊ ആ ജാതിയുടെ കെട്ടുപാടിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്താണ്? അതുകൂടിയാകണം ആധുനികത. അതില്ലാത്ത ആധുനികത പൊള്ളയാണ്. അതുകൊണ്ടാണ് കൊളോണിയൽ ആധുനികത പൊള്ളയായി മാറുന്നത്. അതുകൊണ്ടാണ് അയ്യങ്കാളിയും മമ്പുറന്തങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ആധുനികത വിപ്ലവകരമായി മാറുന്നത്. അപ്പൊ അങ്ങനെ ആധുനികതയുടെ വേരുകൾ നമ്മൾ പരിശോധിക്കേണ്ടത്, കണ്ടെത്തേണ്ടത് ഇങ്ങനെയുള്ള പോരാട്ടങ്ങളിലാണ്. അതിലൂടെ ഒരു പുതിയ ഫോം ഓഫ് ലൈഫ്, ഒരു പുതിയ ജീവിത സംസ്കാരം, ഒരു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ജീവിത സംസ്കാരത്തെ പഠിപ്പിക്കണം. അതുവരെ കേരളത്തിന്റെ പരിചയമില്ലാതിരുന്ന ഒരു പുതിയ ഫോം ഓഫ് ലൈഫ്. അപ്പൊ ഇങ്ങനെ ഒരു ഫോം ഓഫ് ലൈഫിനെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ജീവിതത്തെ കുറിച്ചുള്ള ഒരു കോൺസെപ്ഷൻ ഉണ്ടാക്കുന്ന, ഒരു സങ്കല്പം രൂപപ്പെടുത്തുന്ന ഒരു പണി കൂടി ഇങ്ങനെയുള്ള പോരാളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടാക്കുന്നിടത്ത് അവർക്ക് ഏറ്റവും അനിവാര്യമായിട്ടുണ്ടായിരുന്ന സാധനം എന്നുള്ളത് സമുദായത്തിന്റെ അധികാരം എന്നത് കൂടിയായിരുന്നു. കീഴാളരായ സമുദായങ്ങളുടെ സ്വയം സംഘാടനം, അവരുടെ അധികാരം, റെപ്രസെന്റേഷൻ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യനുകളിലൂടെ ഒരു ഓട്ടോണമി അസേർട്ട് ചെയ്യാം, ഒരു
സ്വയം സംഘാടനം, ഓട്ടോണമി ഒക്കെ അസർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ മാറുന്നത് എങ്ങനെ കൂടിയാണ്? അവർ നിരന്തരമായിട്ട് അവരുടെ ലൈഫിനോട് വെക്കുന്ന ക്രിട്ടിക്കിലൂടെ കൂടിയാണ്. വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന അവരുടെ ലൈഫ് ഉണ്ടാവും. ജാതിയുടെ ഓർഡറിൽ പൊരുത്തപ്പെട്ട ഒരു വേ ഓഫ് ലൈഫ്, അതിനോടുള്ള ഒരു ക്രിട്ടിക്കിലൂടെ ഒരു ഓൾട്ടർനേറ്റ് കൺസെപ്ഷൻ ഓഫ് ലൈഫ് പോസിബിൾ ആക്കുക എന്നൊരു പണിയാണ് അയ്യങ്കാളിയെ പോലെയുള്ളവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ആൾട്ടർനേറ്റീവ് കൺസെപ്ഷന് ഈ ഒരു ആധുനികത വിമോചനപരമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി നമ്മൾ മമ്പർന്നങ്ങളിലേക്ക് വന്നാലും ശരിക്കും മമ്പർന്നങ്ങൾ അയ്യങ്കാളിക്ക് മുമ്പുള്ള ഒരു പരിഷ്കർത്താവ് കൂടിയാണ്. ഏകദേശം ഒരു കാലഘട്ടമാണെങ്കിൽ പോലും മമ്പർന്നങ്ങന്മാർ എന്ന് പറയുന്നതിലൂടെ തന്നെ നമ്മൾ അതിന് മുമ്പുള്ള കാലഘട്ടം കൂടിയാണ്. അപ്പോൾ വളരെ സ്വാഭാവികമായിട്ടും മമ്പർന്നങ്ങന്മാരുടെ ഇതുപോലെയുള്ള ഇടപെടലുകൾ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ കേരളീയ ആധുനികതക്ക് ഇങ്ങനെയുള്ള പൂർവ്വ മാതൃകകൾ മമ്പുറത്തങ്ങന്മാരിലും കണ്ടെത്താൻ കഴിയും. അത് മൊയ്മലയമ്മ വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചു. അതിനകത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു മമ്പുറം ഫലത്തങ്ങൾ കൊടുത്തിരുന്ന കൽപ്പനകൾ വളരെ കൃത്യമാണ്. കൽപ്പനകൾ എന്താണ്? തമ്പ്രാന്മാരെ നിങ്ങൾ ബഹുമാനത്തോടു കൂടി അഭിസംബോധന ചെയ്യേണ്ട കാര്യമില്ല, തമ്പ്രാൻ വിളിക്കേണ്ടതില്ല. പിന്നെ അതുപോലെ അവരുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കരുത്. അവര് സദ്യ നടത്തും, ഫീസ്റ്റ് നടത്തും. അപ്പൊ ആ ഫീസ്റ്റിൽ ബാക്കി ഉണ്ടാകുന്ന ഭക്ഷണം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ബാക്കി ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കേണ്ടതില്ല. വെള്ളിയാഴ്ചകളിൽ പണിക്ക് പോകേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന തമ്പ്രാനെ കൊല്ലാൻ അധികാരമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കൽപ്പനകള്, ഫത്വകള്, ആഹ്വാനങ്ങള് മമ്പർന്നങ്ങളെ ലൈഫിൽ കാണാൻ പറ്റും. അപ്പൊ ഇതിന് നമുക്ക് വ്യത്യസ്തമായ വായനകൾ പോസിബിൾ ആണ്. ഉദാഹരണം പറഞ്ഞാല് വെള്ളിയാഴ്ചകൾ പണിയെടുക്കേണ്ട എന്നൊരു പ്രസ്താവന. ഇതിനകത്തൊരു മതപരമായ സംഗതിയുണ്ട്. വളരെ സ്വാഭാവികം വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥന, ജുമുഅ ബന്ധപ്പെട്ടിട്ടുള്ള മതപരമായ സംഗതി. രാഷ്ട്രീയമായിട്ടുള്ള സംഗതിയുണ്ട്. പ്രത്യേകിച്ചും ബ്രിട്ടീഷ് കൊളോണിയൽസിനെതിരെയുള്ള പോരാട്ടം കൂടിയാണ്. അവരുടെ ക്രിസ്ത്യൻ മിഷനറിയിലൂടെയാണ് ബ്രിട്ടീഷ് കൊളോണിയൽസും കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിനോട് ഒരുമിച്ച് വർക്ക് ചെയ്ത സംഗതി ഒരു സമയം കൂടി ആയിരുന്നു ഈ സമയം എന്ന് പറയുന്നത്. അപ്പൊ ഞായറാഴ്ച നിങ്ങൾ അവധിക്ക് മാറ്റിയിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച അവധി ദിനമാക്കുന്ന ഒരു സംഗതി. അതുപോലെ തന്നെ ലേബറിനെ ബഹുമാനിക്കുന്ന സംഗതി. ആ ജാതീയ അതിരുകളിൽ അടയാളങ്ങൾ ഉണ്ടായിരുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ലേബറിന് വേണ്ട പോലെ കൂലി ഉണ്ടാവില്ല, അതിന് വിശ്രമമില്ല. എപ്പോ തമ്പ്രാൻ പറയുന്നു അപ്പൊ പണിയെടുക്കണം. ഇത് വേണ്ടപ്പോ പോകാൻ പറ്റൂല, നിർത്താൻ പറ്റൂല. അപ്പൊ അതിന് പകരം കർഷകന്റെ, ലേബറുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം, അത് സാമൂഹികമായ പോരാട്ടമാണ്. അപ്പൊ ഇങ്ങനെ സാമൂഹികമായ, രാഷ്ട്രീയമായ, മതപരമായ പോരാട്ടങ്ങൾ മമ്പർന്നങ്ങളുടെ കൽപ്പനകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് മമ്പർന്നങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ പരാതിക്കെട്ടുകളേക്ക് വരും. എന്നിട്ട് പരാതി പരിഹരിക്കാൻ മമ്പർന്നങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയും ചെയ്യും. അപ്പൊ ഈ പരാതി പരിഹാരക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണഗതിയിൽ ഒരു ജുഡീഷ്യറിയുടെ പണി എന്താവും? പ്രശ്നങ്ങൾ ഉണ്ടാവും, സംഘർഷങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് പരിഹാരം പറയാം, കുറ്റവാളിയെ ശിക്ഷിക്കുക, ഇങ്ങനെയുള്ള സമയം ജുഡീഷ്യറിയുടെ പണി. മമ്പർന്നങ്ങൾ ചെയ്തത് എന്താ? ഇങ്ങനെയുള്ള ഒരു ആൾട്ടർനേറ്റ് ജുഡീഷ്യൽ പവറായിട്ട് മമ്പർന്നങ്ങൾ മാറണം. മമ്പർന്നങ്ങൾ ഉദ്ദേശിച്ചല്ലേ എന്നുള്ള അപ്പുറം അങ്ങനെ മാറണം. മമ്പർന്നങ്ങളുടെ അടുത്തേക്ക് ആളുകൾ പരാതിയിട്ട് വരുന്നു, മമ്പർന്നങ്ങളെ പരിഹാരങ്ങൾ പറയുന്നു, പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു, ചെയ്യുന്നു. ഇതിലൂടെ ഒരു ആൾട്ടർനേറ്റ് അതോറിറ്റി ആയിട്ട് മമ്പർന്നങ്ങൾ മാറണം. ഇതിനെ കുറിച്ചാണ് ബ്രിട്ടീഷ് രേഖകൾ പറയുന്നത്. മമ്പർന്നങ്ങളുടെ സ്ട്രേഞ്ച് പറയുന്ന വളരെ രസകരമായ വായനയുണ്ട്. ഓർഡിനറി പവേഴ്സ് ഓഫ് ഗവൺമെന്റ് ആർ വെർച്വലി ഇൻ അബയൻസ്. മമ്പർന്നങ്ങളുള്ള സ്ഥലത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പവർ ഇല്ലാതായി പോയി, നിഷ്പ്രഭമായി പോയിട്ടുണ്ട്. അവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിലനിൽക്കുന്നില്ല. കാരണം എന്താ? അവിടെ നിലനിൽക്കുന്നത് മമ്പർന്നങ്ങളുടെ ഗവൺമെന്റ് ആണ്. കാരണം എന്താ? അവിടെ ലോ ആൻഡ് ഓർഡർ നിർണ്ണയിക്കുന്നത് മമ്പർന്നങ്ങളാണ്, ബ്രിട്ടീഷുകാരല്ല. അപ്പൊ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ലോ ആൻഡ് ഓർഡറിലൂടെ ഒരു പുതിയ അധികാരത്തെ കുറിച്ചുള്ള സങ്കല്പം മമ്പർന്നങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവിടെ മമ്പർന്നങ്ങളെ കുറിച്ച് ഇവരെന്നെ പറയുന്നത് ഈ അറഗേറ്റ്സ് ഹിംസെൽഫ് എബോവ് ദ ലോ, അധികാരത്തിന് മുകളിലായിട്ട് സ്വയം കാണുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതിനെ ബ്രിട്ടീഷുകാർ വിളിക്കുന്നത് ഇമ്പീരിയം ഇൻ ഇമ്പീരിയോ എന്നാണ്. അവരുടെ ബ്രിട്ടീഷ് സ്റ്റേറ്റിനകത്ത് മറ്റൊരു സ്റ്റേറ്റ് മമ്പർന്നങ്ങൾ ഉണ്ടാക്കിയെന്നൊരു ആരോപണമാണ് ബ്രിട്ടീഷുകാര് മമ്പർന്നങ്ങൾക്കെതിരെ പറയുന്നത്.
അങ്ങനെയാണ് നാടുകടത്തലിലേക്ക് അത് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ബ്രിട്ടീഷ് അധികാരത്തെ വെല്ലുവിളിക്കുക, ബ്രിട്ടീഷുകാർ വെച്ച സെൻസർഷിപ്പുകളെ വെല്ലുവിളിക്കുക, അവിടെയുള്ള ജാതീയമായിട്ടുള്ള ഓർഡറുകളെ വെല്ലുവിളിക്കുക എന്ന ഒരു പണി സമ്മർദ്ദങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലൂടെ ബ്രിട്ടീഷ് പരമാധികാരത്തിന് അപ്പുറമുള്ള ഒരു കൊളോണിയൽ സോവറിനിറ്റിക്ക് അപ്പുറമുള്ള ഒരു ആൾട്ടർനേറ്റ് സോവറിനിറ്റിനെ സമ്മർദ്ദങ്ങൾ പ്രതിഷ്ഠിക്കുന്നുണ്ട്. സമ്മർദ്ദങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള വിൽസൺ ജേക്കബ് അദ്ദേഹത്തിന്റെ പഠനത്തിൽ അദ്ദേഹം പറയുന്നത് മമ്പുറന്തങ്ങൾ ഒരു ഡിവൈൻ സോവറിനിറ്റി അതുപോലെ തന്നെ ഒരു സെയ്ദ് സോവറിനിറ്റി ഒക്കെ സ്ഥാപിച്ചു എന്നാണ്. ആർക്കെതിരെ? ഒരു ബ്രിട്ടീഷ് ഇമ്പീരിയൽ സോവറിനിറ്റിക്കെതിരെ. ഈ ഇമ്പീരിയൽ കൊളോണിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു മാറ്റം മനസ്സിലാക്കണം. കൊളോണിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ നിതി മുഖർജി എന്നൊരു ഗവേഷക പറയുന്നത് കൊളോണിയൽ എന്ന് പറയുമ്പോൾ വളരെ ബ്രൂട്ടലായിട്ട് ഇൻവേഷൻ ആണ്. പക്ഷെ ഇമ്പീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനകത്തൊരു ഇമ്പീരിയൽ ജസ്റ്റിസ് ഉണ്ടാവും, ഒരു നീതി നിർവ്വഹണ സംവിധാനം ഉണ്ടാവും. നമ്മൾ നിങ്ങൾ ചോദ്യം ചെയ്തത് ഈ കൊളോണിയലും ഇമ്പീരിയലായ സംഗതിനെയാണ്. അതുകൊണ്ടാണ് ഇമ്പീരിയം മീൻ ഇമ്പീരിയ ആകുന്നത്. അതുകൊണ്ടാണ് മമ്മർദ്ദങ്ങൾ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു സോവറിറ്റിനെ ആലോചിക്കുമ്പോൾ മമ്മർദ്ദങ്ങൾ വളരെ പാരലൽ ആയിട്ടുള്ള മറ്റൊരു നിയമനിർവഹണ പ്രക്രിയയിൽ ഭാഗമാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെയുള്ള സെൻസറി ഓർഗൻസ്, നമ്മുടെ സെൻസോറിയത്തെ മെരുക്കിയെടുക്കാനുള്ള പണികളെ നിഷേധിക്കുന്ന, അതിൽ ലംഘിക്കുന്ന പണികൾ, അത് മമ്മർദ്ദങ്ങളിൽ മാത്രമല്ല. അപ്പോൾ ഉണ്ണിമൂസ മൂപ്പര് അദ്ദേഹത്തെ പറ്റി പറയുന്നത് അദ്ദേഹം കരം പിരിക്കാൻ തുടങ്ങി. അപ്പൊ അത് നായന്മാർക്ക് പ്രശ്നമായി, ബ്രിട്ടീഷർക്ക് പ്രശ്നമായി. പിന്നെ അദ്ദേഹം നഗാര അടിക്കലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നഗാര അടിക്കുക എന്നുള്ളത് നമ്മൾ ഡ്രം കൊട്ടാന്നൊക്കെ പറയുന്നത്, അതുപോലെ നഗാര അടിക്കുക. അപ്പൊ ഇതിന് സാധാരണ പറയരുത് ബ്രിട്ടീഷുകാർക്കുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഉന്നത കുലജാതർക്കുള്ള, അവിടെ അധികാരികളായിട്ടുള്ള ജന്മിമാർക്കുള്ള അധികാരമായിരുന്നു. അപ്പോ ഉണ്ണിമൂസ മൂപ്പൻ നഗാര അടിക്കലുണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പൊ അതിനോടൊക്കെ സംഭവിക്കുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ശബ്ദത്തിന്റെ മെരുക്കലിനെ മറികടക്കുകയാണ്. അപ്പൊ ജാതീയപരമായിട്ടും കൊളോണിയൽ പരമായിട്ടും നിർണയിച്ചിട്ടുള്ള ഒരു ഘടനയിൽ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം എങ്ങനെയാകണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ശബ്ദത്തെ ഈ നഗാരമടിയിലൂടെ ഉണ്ണിമൂസ മൂപ്പൻ മറികടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മഞ്ചേരി അത്തംകുരിക്കളെ പറ്റി പറയുന്നുണ്ട്. അത്തംകുരിക്കളെ പറ്റിയുള്ള ഭയങ്കര പരാതി എന്താ? അദ്ദേഹം അക്രമം ചെയ്യുന്നല്ല, മറിച്ച് അദ്ദേഹം അവിടെയുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നു, അദ്ദേഹം ജുഡീഷ്യൽ ആർബിട്രേഷൻ നടത്തുന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ഒരു ആൾട്ടർനേറ്റ് അതോറിറ്റിയായി മാറുക എന്ന ഒരു പ്രശ്നമാണ് അത്തംകുരിക്കൾക്കെതിരെയും ബ്രിട്ടീഷുകാർ ഉന്നയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആൾട്ടർനേറ്റ് ലോ അതിനെ കുറിച്ച് ആലോചിക്കുക എന്നൊരു സംഗതി മമ്പുറന്തങ്ങളിലും അത്തംകുരിക്കളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് മമ്പുറന്തങ്ങളെ പറ്റി ദ സോൺ ഓഫ് റെഫ്യൂജ്, പതിതരും പാവങ്ങളുമായിട്ടുള്ള മനുഷ്യർക്കുള്ള ഒരു റെഫ്യൂജിന്റെ സോൺ ആയിട്ട് മാറിയിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഈ പ്രശ്നപരിഹാരം എന്നുള്ളത് എന്തുകൊണ്ട് എത്ര പ്രശ്നമായിട്ട് മാറുന്നത്? സാധാരണ ഒരു ഗവൺമെന്റാലിറ്റി എന്ന് പറയുന്നത്, ഫൂക്ക പറയുന്ന ഗവൺമെന്റാലിറ്റി, ഒരു സൊസൈറ്റിനെ എങ്ങനെയാണ് മെരിക്കുക, റെഗുലേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്നൊക്കെ ആലോചിക്കുന്ന ഗവൺമെന്റാലിറ്റി എന്ന സംഗതി. അപ്പൊ ഇത് പരമാധികാരത്തിന്റെ സോവറിനിറ്റിയുടെ കൂടെ തന്നെ ഒരു സംഗതിയാണ്. ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ അവരുടെ സോവറിനിറ്റി സ്ഥാപിച്ചപ്പോൾ ഇതുകൂടി അതിന്റെ ഭാഗമായിരുന്നു. എന്ത്? ഇങ്ങനെയുള്ള ഇവിടുത്തെ പ്രജകളെ റെഗുലേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അങ്ങനെ അവരെ മെരുക്കിയെടുക്കുക എന്നത്. അപ്പൊ ഇതിനെ അതിർലംഘിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഇങ്ങനെ പ്രശ്നപരിഹാരങ്ങൾ ബ്രിട്ടീഷ് ജഡ്ജിമാരിൽ നിന്ന്, ബ്രിട്ടീഷ് കോർട്ടുകളിൽ നിന്ന് മാറിക്കൊണ്ട് മമ്പർദ്ദങ്ങളിലേക്കും അത്തംകുരിക്കളിലേക്കും എത്തുക എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു കൗണ്ടർ മുസ്ലിം കണ്ടക്റ്റാണ്. മുസ്ലിങ്ങളുടെ ഒരു കൗണ്ടർ കണ്ടക്റ്റ് ആയിട്ട് കൂടി വായിക്കപ്പെടുകയാണ്. അത് ബ്രിട്ടീഷ് ഗവർണൻസിന്റെ നിരാകരിക്കലാവുന്നു, അതുവഴി ബ്രിട്ടീഷ് സോവറിനിറ്റിയുടെ നിരാകരിക്കലാവുന്നു.
ഞാൻ പറയുന്നത് അയ്യങ്കാളിയിൽ നമുക്ക് ജാതീയതക്കെതിരെയുള്ള ജാതീയമായിട്ടുള്ള അധികാരങ്ങളുടെ നിരാകരണം കാണുന്നുവെങ്കിൽ മമ്പുറന്തങ്ങളിൽ കൊളോണിയൽ അധികാരങ്ങൾക്കെതിരെയുള്ള നിരാകരണം കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജാതീയതക്കെതിരെയുള്ള നിരാകരണം കൂടി മമ്പുറന്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കേരള നവോത്ഥാനത്തെക്കുറിച്ചുള്ള ആലോചനകളിൽ മമ്പുറന്തങ്ങളും അയ്യങ്കാളിയും സെൻട്രൽ സ്ഥാനത്ത് വരുന്ന പുതിയ വായനകൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ആലോചന പോസിബിൾ ആകുന്നത്. ഇതിപ്പോ അയ്യങ്കാളിയെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അയ്യങ്കാളി പ്രജാസഭയിൽ അംഗമാകുന്നുണ്ട്, ട്രാവൻകൂർ പ്രജാസഭയിൽ അംഗമാകുന്നു, എന്നിട്ട് സാധ്യമായിട്ടുള്ള സംഗതികൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. മമ്പുറന്തങ്ങളാണെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് ഒരു ധാരണയിലെത്തിക്കൊണ്ട് ഇവിടുന്ന് അറേബ്യയിലേക്ക് പോകുന്നു, പിന്നെ അതിനുശേഷം തുർക്കിയിലേക്ക് പോകുന്നു, തുർക്കിയിൽ അധികാരിയാവുന്നു. അപ്പൊ ഇവിടെ നിലനിൽക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്ന സംഗതിയുണ്ട്. എന്നാൽ അതേസമയം ഈ നിലനിൽക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ്, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. ആ കോണ്ടെക്സ്റ്റ് നമുക്കൊരു വൃത്തം വരച്ച് ഒരു സെൻസർഷിപ്പിലൂടെയുള്ള നമ്മുടെ ഒരു സെൻസറി ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വൃത്തം വരച്ച് അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. അപ്പൊ ആ വൃത്തങ്ങൾക്ക് പുറത്ത് ഒരു ഇമാജിനേഷൻ പോസിബിൾ ആക്കി എന്നതാണ് ആലി മുസ്ലിയാരുടെയും മമ്പുറന്തങ്ങളുടെയും അയ്യങ്കാളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. നിലനിൽക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു വൃത്തത്തിനകത്ത് ഇടപെടുമ്പോൾ തന്നെ ആ വൃത്തത്തിന് പുറത്ത് കടന്നുകൊണ്ട് ആലോചിക്കാനുള്ള ഇമാജിനേഷൻ കപ്പാസിറ്റിനെ ഡെവലപ്പ് ചെയ്യുക എന്നൊരു സംഗതി കൂടി ഇതിൽ പോസിബിൾ ആയിട്ടുണ്ട്. അവസാനമായിട്ട് രണ്ട് സംഗതികളോട് കൂടി സൂചിപ്പിക്കാം. ഇത് രണ്ടും മമ്പുറന്തങ്ങളെയും അയ്യങ്കാളിനെയും ഒരുമിച്ച് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വളരെ രസകരമായ സംഗതിയാണ്. അയ്യങ്കാളി ഒരു ദളിതനായിട്ടുള്ള കീഴാളനായിട്ടുള്ള ആളാണ്. മമ്പുറന്തങ്ങൾ ഒരു സയ്യിദാണ്. സാധാരണഗതിയിൽ മുസ്ലിങ്ങളകത്തുള്ള ജാതിനെ കുറിച്ചുള്ള പഠനങ്ങളുടെ ഒരു പോരായ്മ കൂടി വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. മുസ്ലിങ്ങളകത്തുള്ള ജാതിനെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ സിമ്പിളായിട്ട് സയ്യിദന്മാർ മൊത്തം ഭയങ്കര അപ്പർ കാസ്റ്റുകളും മുസലാന്മാര് മറ്റുള്ളവരെ എന്നത് ഭയങ്കര കീഴാളരായിട്ടാണ് വായിക്കപ്പെടുന്നത്. എന്നാൽ മുസ്ലിങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സയ്യിദന്മാർ ചെയ്തിട്ടുള്ള ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള വളരെ ആക്റ്റീവായ റാഡിക്കലായ ജാതി വിരുദ്ധ പോരാട്ടങ്ങളുണ്ട്. അതേപോലെ തന്നെ അതിനൊപ്പം നിന്നിട്ടുള്ള കീഴാളരായ മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളുടെ ഒരു പോരായ്മ കൂടിയാണ്, മുസ്ലിങ്ങളെ ജാതിയെ കുറിച്ചുള്ള പഠനങ്ങളുടെ ഒരു പോരായ്മ കൂടി ഇതിൽ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സയ്യിദായ തങ്ങളെയും ദളിതനായ അയ്യങ്കാളിയെയും നമുക്ക് ഒരുമിച്ച് വായിക്കാൻ സാധിക്കുന്നതും ജാതി വിരുദ്ധമായ കൊളോണിയൽ വിരുദ്ധമായ ഒരു പാരമ്പര്യത്തെ ഒരു പുതിയ നവോത്ഥാനത്തെ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അവസാനമായിട്ട് പറയുന്നത് അയ്യങ്കാളി ആ സമയത്ത് ഔട്ട്ലോ ആയിരുന്നു, നിയമത്തിന് അതീതമായിട്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു. മമ്പുറന്തങ്ങളും ഒരു ഔട്ട്ലോ ആയിരുന്നു, നമ്മുടെ നാടെടുത്തപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഔട്ട്ലോ ആകുക, നിയമത്തിന് അതീതമാവുക എന്നത് എല്ലാ കാലഘട്ടത്തിലും ഒരുപക്ഷെ അനിവാര്യമാകുന്ന സംഗതികളായിരിക്കും. പ്രത്യേകിച്ചും നിയമം നമ്മുടെ സെൻസറി ഓർഗനുകളെ സെൻസർഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഔട്ട്ലോ ആവുക എന്നതായിരിക്കും ഒരുപക്ഷെ നമുക്ക് ചെയ്യാനുള്ള കടമ എന്ന് മാത്രം സൂചിപ്പിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.